നമ്മളത് ഷോർട്ട് സ്റ്റേ ആണ് വരുന്നത്. അപ്പൊ ഇറ്റലി, യു കെ വിസ കാറ്റഗറി, യു കെ എന്നുള്ള വിസ കാറ്റഗറി. പല കൺട്രീസിനും അങ്ങോട്ടൊക്കെ മാറും. നമുക്ക് സബ് കാറ്റഗറി ആണ് നോക്കാം. സബ് കാറ്റഗറിയിൽ പറയുന്നത് ടൂറിസ്റ്റ്, ബിസിനസ്, ഫാമിലി. ഇത് എല്ലാത്തിനും ഒറ്റ ഇതായിട്ടാണ് കൊടുക്കുന്നത്. ചില സമയത്ത് ചില കൺട്രി എന്തുണ്ടാവും, ടൂറിസ്റ്റ് വേറെ ആയിരിക്കും, ബിസിനസ് വേറെ ആയിരിക്കും, ഫാമിലി വിസ വേറെ ആയിരിക്കും. അപ്പൊ നമുക്കിത് എല്ലാം സെയിം ആയതുകൊണ്ട് അതിനെ കൊടുത്തു. ഇവിടെ ഇത് ചെയ്യുന്നില്ല, സോറി, there is no appointment available. ന്യൂ സ്ലോട്ട്സ് ഓപ്പൺ അറ്റ് റെഗുലർ ഇന്റർവെൽ. അപ്പൊ ഏത് സമയത്തും സ്ലോട്ട് ഓപ്പൺ ആവാം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇറ്റലി ഇനി എപ്പോ വരുന്നോ ഇല്ല എന്നുള്ളത് നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ നോക്കി വെക്കണം, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വെറുതെ മൊബൈലിൽ നോക്കി സെയിം സംഭവം. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, എഡിംബ്രയിൽ ഉണ്ടോന്നുള്ളത്. എഡിംബ്രയില് ടൂറിസ്റ്റ്, ബിസിനസ്, വിസ, ഫാമിലിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 15/10/25 ആണ് ഏർലിയസ്റ്റ് അപ്പോയിന്റ്മെന്റ്. അതിന് ശേഷമാണ് ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, എഡിംബ്രയിലുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞു എന്താ അവർക്ക് താല്പര്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പോകാം. ഇനി അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഫസ്റ്റ് നെയിം നമ്മളൊരു ജസ്റ്റ് ഒരു പേര് വെറുതെ എടുത്തടിച്ചു വെക്കും. എന്റെ ഫസ്റ്റ് നെയിം എന്താണ്? സെനൂബി. ലാസ്റ്റ് നെയിം ഉണ്ടോ? ഇനീഷ്യൽ എന്താണ്? MP. നമ്മൾ ആസ് പെർ പാസ്പോർട്ടാണ് എടുക്കുക. പാസ്പോർട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് 31 ചൂസ് ചെയ്ത് കൊടുക്കണം. രണ്ടുപേരും ഒരേ ഏജ് ആണോ? കഴിഞ്ഞ മാസം കഴിഞ്ഞില്ലേ? നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, കാരണം ഈ ഇപ്പോഴത്തെ സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു യു പാസ്പോർട്ട് നമ്പർ നമ്മൾ റാൻഡ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്? മിനിമം ഒരു 6 മന്ത് വാലിഡിറ്റി എങ്കിലും പാസ്പോർട്ടിന് വേണം, മാൻഡേറ്ററി സാധനമാണ്. പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് കൊടുത്തു. മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു, UK നമ്പർ. മൊബൈൽ നമ്പർ ചില സമയത്ത് OTP ആവശ്യം വരും. ഇതിൽ നമുക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇമെയിൽ ID ഒരു റാൻഡം ഇമെയിൽ ID വെച്ചു. റാൻഡം ഇമെയിൽ ID ഇതൊക്കെ കറക്റ്റ് തന്നെ കൊടുക്കണം കേട്ടോ, എല്ലായിടത്തും കറക്റ്റ് ആവണം. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തതാണ്. ഇമെയിൽ ID ഇതേ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. പാസ്പോർട്ട് കറക്റ്റ് ഡേറ്റ് ആവണം, ഒരു ഡേറ്റ് പോലും മാറരുത്. ശരി, ഈ ആപ്ലിക്കേഷൻ ഇവിടെ സേവ് ആയി. ഇതിൽ കാണിക്കുന്നുണ്ട് 12.51 പൗണ്ട് ആണ് ഇതിന്റെ ഫീസ്. GBP പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, അവിടുത്തെ കറൻസി ആണ്. ഇവിടെ ഇന്ത്യൻ നാഷണൽ റുപ്പി INR എന്ന് പറയുന്ന പോലെ 12.5 പൗണ്ട് ആണ് അതിന് ചാർജ് വരുന്നത്. അത് ഒരാൾക്ക് വരും. ഇനി ഗ്രൂപ്പ് ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ സെനൂബിയന്റെ കൂടെ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണ്? റുബിൻസ്. ലാസ്റ്റ് നെയിമോ? എന്ത്? IPO. അപ്പോൾ റുബിൻസ് രണ്ടുപേരും കൂടെയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് 2004. നാഷണാലിറ്റി ഇന്ത്യൻ നാഷണാലിറ്റി തന്നെയാണ് ആൾമോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുത്തു. പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് 2029. മൊബൈൽ നമ്പർ രണ്ടുപേർക്ക് അപ്പോൾ 25. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം? പേയ്മെന്റ് കൊടുത്താലേ ബാക്കിയുള്ളതിലേക്ക് പോവുള്ളൂ. OTP ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുത്ത നമ്പർക്കാണ് OTP വരിക. ആ നമ്പർ
ഓക്കെ, ഇമെയിൽ OTP വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, OTP എനിക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിക്ക് OTP വന്നാൽ നമ്മൾ 801 OTP കംപ്ലീറ്റ് ആയി. ഒക്ടോബറിൽ സ്ലോട്ട് കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്ലോട്ട് ഉണ്ടാവും, ഇപ്പോഴായിരിക്കും സ്ലോട്ട് പോയിട്ടുണ്ടാവുക. കാരണം സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ച കളറിലായിട്ട് ഇവിടെ അങ്ങനെ കാണും. സ്ലോട്ടൊന്നും കാണുന്നില്ല, നമുക്ക് ഭാഗ്യമില്ല. നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ആ ഒരു സമയം എത്തിയപ്പോൾ എന്തായിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാൾ ഒഴിവാക്കുന്നു. ഫസ്റ്റ് ഒരാൾക്ക് മാത്രം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ടുപേർക്കായിരിക്കും ചിലപ്പോൾ ഇല്ലാത്ത. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. ഈ ഡേറ്റ് ഒക്കെ ഒറ്റ സ്ലോട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുക, അപ്പൊ തന്നെ രണ്ടാമത്തെ മോന്റെ സ്പോട്ടിനെ പെട്ടെന്ന് എടുക്കണം, വൈകിപ്പിക്കരുത്. ഒരാൾക്ക് അപ്പോയിന്റ് കിട്ടിയിട്ട് മറ്റൊരാൾക്ക് കിട്ടിയില്ലാണ്ടെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒക്ടോബർ 22-ന്, ഇന്ന് സെപ്റ്റംബർ 1-ആണ്, ഒക്ടോബർ 22-ന് നമുക്ക് സമയമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ടൈം വയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയം എടുക്കുക, ഒരു 9:30 ആ സമയത്ത് എടുക്കാൻ നോക്കുക. അതിന് 8:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വല്ലാതെ സമയം വൈകിപ്പിക്കും വേണ്ട, കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. UK 9:30 എന്ന് പറഞ്ഞാൽ 4:30 അല്ലെങ്കിൽ 5:30 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇപ്പൊ 4:30 മണിക്കൂറാണ്. 10:30, 11:30, 12:30, 1:30, 2 മണി, ഉച്ചയ്ക്ക് 2 മണിയാണ് ഇവിടെ സമയം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈവനിങ് ആവുന്നതിന് മുന്നാണ് നമുക്ക് നല്ലത്. കൊറിയർ സർവീസ് വേണമെന്ന് ചോദിക്കണം, 8 പോണ്ടി. അത് വേണ്ട, അതിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ നിർത്തുള്ളൂ. 12:30 പോണ്ട് അടക്കമാണ് പറയുന്നത്. യെസ്, ഇത് വേണമെന്നില്ല, ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ ആണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. കണ്ടിന്യൂ. ഇനി പേയ്മെന്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് ഞാനൊരു കാർഡ് നിങ്ങൾക്ക് തരും, അത് വെച്ചിട്ട് ഇത് കൊടുക്കുക, പേനോന്ന് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആണത്. ഇതിപ്പോ പേനോന്ന് കാർഡിന്റെ ഇത് വെച്ചിട്ട് OTP വന്നു കഴിഞ്ഞാൽ പേനോന്ന് കൊടുത്താൽ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും നമുക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് അപ്ലിക്കേഷന് എടുക്കാനുള്ള വർക്ക്. ഇനി ഇത് എങ്ങനെയാണ് ഇത് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. എങ്ങനെയാണ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ വരില്ല, അതെങ്ങനെയാണുള്ളത് കാണിച്ചു. ലിറ്റിലിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമ്മൾ പേയ്മെന്റ് കൊടുത്താൽ ഓൺ ദ സ്പോട്ട് വരുന്ന ഇമെയിലാണ്. ഒരാൾ നമ്പർ ഓഫ് അപ്ലിക്കന്റ് 1, ടൂറിസ്റ്റ് വിസ വന്നു, ഇമെയിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ട്, PDF വന്നിട്ടുണ്ടാവും അപ്പോയിന്റ്മെന്റ് എടുത്തതിന്റെ. അപ്പോയിന്റ്മെന്റ് ഡേറ്റ് 28/10 രാവിലെ 10 മണിക്ക് ലണ്ടൻ VFSലാണ്, ടൂറിസ്റ്റ് വിസക്കാണ് കൊടുത്തിട്ടുള്ളത്. അഡ്രസ് ഇതാ, ഈ അഡ്രസ്സ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഇത് പോകുമ്പോൾ അവർ പ്രിന്റ് എടുത്തിട്ട് പോകും. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് വരിക. നമ്മളെ ഫസ്റ്റ് പാർട്ട് ഏറ്റവും റിസ്ക് ഉള്ള സമയം ഏറ്റവും കൂടുതൽ പോകുന്ന ഭാഗമാണ്. കാരണം ഇത് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ നോക്കണം. നമ്മൾ ലണ്ടനിൽ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ, അപ്പൊ ഇത് എപ്പോഴാണ് വരിക നോക്കിയിട്ട് നോക്കണം. നമ്മൾ എഡിൻബറ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് കിട്ടിയത്. അധികം ആളുകളും ലണ്ടൻ ഓർ മാഞ്ചസ്റ്റർ ആണ് വരിക. എഡിൻബറ അത്ര വലിയൊരു സിറ്റി ഒന്നല്ല. ഇത് ഹംഗറിന്റെ ഒരു വിസ എടുത്തു നോക്കിയതാണ്. സെയിം തന്നെയാണ്, ഹംഗറിന്റെ സെയിം തന്നെയല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ VFS തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സും ഹംഗറിന്റെയും ഇറ്റലിന്റെ ഒക്കെ സെയിം ആണ് കാര്യങ്ങൾ വരുന്നത്. ചില സമയത്ത് എന്ത് ചെയ്യും, അതൊരു ഗൈഡ് ലൈൻ അയച്ചു എന്തൊക്കെയാണ് ടൂറിസത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതെന്നാണ്.
ഇതൊക്കെ അപ്പോയിന്റിന് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പൊ നമുക്കൊന്നും കൂടെ സുഖമാണ് പറഞ്ഞിരിക്കാന് കാര്യങ്ങൾ. വിസ ആപ്ലിക്കേഷൻ, ഫിൽഡ് വിസ ആപ്ലിക്കേഷൻ ഫോം, 2 പാസ്പോർട്ട് ഫോട്ടോ, പാസ്പോർട്ട്, UK റെസിഡൻസ് കാർഡ്, ഉണ്ടാവുന്ന ഒരു കാർഡാണ്. പിന്നെ എന്തെങ്കിലും പ്രീവിയസ് വിസ അവര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, എംപ്ലോയ്മെന്റ് ലെറ്റർ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇത് ജസ്റ്റ് അവർ പറഞ്ഞു തന്നാണ്. ഇതൊന്ന് നോക്കുന്നത് നമുക്ക് നല്ലതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ അവർ കൊണ്ടുപോകണം. ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇതാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യം. നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു, 2.5 പൗണ്ടും കൊടുത്തിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത്, ചില കൺട്രിയായിട്ട് എമൗണ്ട് വ്യത്യാസം വരും. ഓക്കെ, ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.